സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്ന ചാനൽ കാണുന്നവർക്കറിയാം സായി കൃഷ്ണയെ. സീക്രട്ട് ഏജന്റിലെ സായി കൃഷ്ണ അല്ല ഒരിക്കലും ബിഗ് ബോസിൽ നമ്മൾ കണ്ടത്. സീക്രട്ട് ഏജന്റ് പ്രേക്ഷകർ വിചാരിച്ചിട്ടുണ്ടാകും സായി കൃഷ്ണ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയാൽ അവിടെ ഭൂകമ്പം സൃഷ്ടിക്കും, അല്ലെങ്കിൽ അവിടെ ഇളക്കി മറിക്കുമെന്നൊക്കെ. എന്നാൽ ഒന്നും ഉണ്ടായതില്ല. സായി പറയുന്നത് സായി കൃഷ്ണയും സീക്രട്ട് ഏജന്റും രണ്ടും രണ്ടാണ്. തനിക്ക് ബിഗ് ബോസ് ഹൗസിൽ സീക്രട്ട് ഏജന്റ് ആയിട്ട് നിൽക്കണ്ട, സായി കൃഷ്ണയായിട്ട് നിന്നാൽ മതി. സീക്രട്ട് ഏജന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പലരുടെയും കള്ളി വെളിച്ചത്താകും. അതിന് ഞാനില്ല. എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അതിൽ ജാസ്മിൻ ഇടയ്ക്ക് ഇങ്ങനെ തോണ്ടുന്നുണ്ട് സായി. എന്തിനാണ് തോണ്ടുന്നത്? സായി സേഫ് ഗെയിമാണ് കളിക്കുന്നത്. ഉള്ളിലുള്ള ശരിക്കുമുള്ള സായി പുറത്തു വരണമെന്ന്. ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള സായിയാണ്. എന്നാൽ സായി അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ ഞാനായിട്ട് നിന്നാൽ മതി, സീക്രട്ട് ഏജന്റ് ആയിട്ട് നിൽക്കണ്ട. അതുപോലെ തന്നെ ജാസ്മിനോട് പറയുന്നു, നിനക്ക് സീക്രട്ട് ഏജന്റിലെ സായിയെ അറിയുള്ളൂ, റിയൽ സായിയെ നിനക്കറിയില്ല. പക്ഷേ എനിക്ക് നിന്നെ റിയൽ ആയിട്ടുള്ള ജാസ്മിൻ ജാഫറിനെ അറിയാം. ബിഗ് ബോസ് സീസൺ 6 വന്ന ജാസ്മിൻ ജാഫർ റിയൽ. അപ്പോൾ ജാസ്മിൻ ഒരു ചിരി ചിരിക്കുന്നുണ്ട്. ജാസ്മിൻ എന്തിനാണോ ശ്രമിച്ചത് അത് പാളി പോകുകയും ചെയ്തു. പിന്നീട് അത് ജാസ്മിന്റെ നേർക്ക് തന്നെ ഇട്ട് കുത്തുന്നുണ്ട്. സായിയും സിജോയും ഒറ്റക്കെട്ടായിട്ട് തന്നെ ജാസ്മിനെ പിന്നെ തോണ്ടാൻ പോകുന്നുണ്ട്. ജാസ്മിൻ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞില്ലേ, നീ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നു എന്ന്, എന്നാൽ പിന്നെ വിടൂ, പിന്നെ അതിൽ ചൊറിഞ്ഞു മാന്തി നിൽക്കണ്ട. അതിനുശേഷം ഋഷിയും അൻസിബയും കൂടി അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് നോറയെ കുറിച്ച്. അൻസിബ നല്ല ഒരു കൊത്തു കൊത്തിയിട്ടുണ്ടല്ലോ നോറ. അതിങ്ങനെ നോറയുടെ മനസ്സിൽ പടർന്ന് പന്തലിക്കുന്നു. അൻസിബ പറയുന്നത് അവൾ വിചാരിച്ചിരിക്കുന്ന അവൾ ടോപ്പ് 5 അല്ലെങ്കിൽ വിന്നർ ആവാൻ കെൽപ്പുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്നാണ്. ഇന്ന് അൻസിബ തച്ചുടച്ചു കൊടുത്തല്ലോ. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് അൻസിബ സ്വന്തം വീട്ടുകാരെ വെച്ചാണ് കളിക്കുന്നത്, നാണമില്ലേ എന്നൊക്കെ. എന്തായാലും അൻസിബ പുപ്പുലിയായി വരുന്നുണ്ട്. ഇങ്ങനെ നിന്നാലും മതി. എപ്പോഴും എല്ലാത്തിലും അനാവശ്യമായിട്ടും ആവശ്യമായിട്ടും എല്ലാത്തിലും കയറി ഇടപെടണമെന്ന് പറയുന്ന കാര്യത്തിൽ നല്ല വ്യക്തതയും പോയിന്റും ഉണ്ട്. നല്ല പ്രേക്ഷക പിന്തുണയുണ്ട്. ഫാമിലി റൗണ്ട് കഴിഞ്ഞതിന് ശേഷം അൻസിബയ്ക്ക് നല്ലൊരു എനർജി കിട്ടിയിട്ടുണ്ട്. ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.